നിങ്ങളുടെ വോട്ട് അത് നിങ്ങളുടെ അവകാശമാണോ അതോ ഭരണകൂടം കനിഞ്ഞു നൽകുന്ന വെറും ഔദാര്യമാണോ? രാജ്യത്തെ ലക്ഷക്കണക്കിന് പൗരന്മാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ഒരു വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് അതിശക്തമായ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്: വോട്ടവകാശം മൗലികാവകാശമാക്കുക. എന്താണ് ജയറാം രമേശ് ഉന്നയിക്കുന്ന ഈ ആവശ്യത്തിന് പിന്നിലെന്ന് നോക്കാം. നിലവിൽ വോട്ടവകാശം എന്നത് കേവലം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇടപെടാൻ കോടതികൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ ഇത് പൗരന്റെ മൗലികാവകാശമായി മാറിയാൽ നിങ്ങളുടെ ഓരോ വോട്ടും സംരക്ഷിക്കാൻ കോടതികൾക്ക് ബാധ്യതയുണ്ടാകും. അതായത് വോട്ടിന്മേൽ കളി നടക്കില്ലെന്ന് സാരം. എന്നാൽ ഇന്ന് നടക്കുന്ന ഈ വിപത്തിനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ അംബേദ്കർ മുൻപേ കണ്ടിരുന്നിരിക്കണം. അതിനാലാണ് അന്ന് അദ്ദേഹം പ്രകടിപ്പിച്ച അതേ ആശങ്ക ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത്. ഇനി സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വെറുമൊരു നിരീക്ഷകനല്ല, മറിച്ച് ഭരണകൂടത്തിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അമിത്ഷായുടെ ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ട് തന്ത്രത്തിന് ജ്ഞാനേഷ് കുമാർ കുടപിടിക്കുകയാണോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ആ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇനി എങ്ങോട്ട് പോകണം? ആരാണ് അവരുടെ അവകാശത്തെ ചേർത്ത് പിടിക്കുക? ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുമ്പോഴാണ് ജ്ഞാനേഷ് കുമാറിനെ മാറ്റാൻ രാജ്യസഭാ ചെയർമാന് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. പൗരന്റെ വോട്ടവകാശം ഭീഷണിയിലായ ഈ കാലത്ത് ഈ പോരാട്ടം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് എന്നത് ഉറപ്പാണ്. വോട്ടവകാശം മൗലികാവകാശമാകുമോ? രാജ്യം ഉറ്റുനോക്കുകയാണ്.